ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഞണ്ട് വരെ ക്രാബ് നല്ല കുറച്ച് വലുപ്പമുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് അത് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റോസ്റ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന റോസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ പലതരത്തിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്ന് ഞണ്ട് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. നല്ല വലിയ ഞണ്ടിനെയാണ് കിട്ടിയിട്ടുള്ളത്. അതിലൊരെണ്ണം കുറച്ച് കൂടുതൽ വലുപ്പമുണ്ട്, ഒരെണ്ണം അത്ര ഇല്ല. രണ്ട് ടൈപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. ഞണ്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. അതിന്റെ ചാറും ആയാലും കുറച്ച് കുറുകിയ ചാറാണ്. അത് നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ നല്ലതന്നെ. വെറുതെ കഴിക്കാനും നല്ല രസമായിട്ടാണ് ഞണ്ട്. അപ്പൊ ഞണ്ടിനെ നമ്മൾ ആദ്യം കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച് അത് നന്നായിട്ട് വേവിച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യണത്. അത് പുഴുങ്ങിയെടുക്കുമ്പോൾ അതിന്റെ കളർ മാറി ഇപ്പൊ നിങ്ങൾക്ക് കാണാണ്ടാവും, ഒരു നല്ല റെഡിഷ് കളർ പോലെ ആയിട്ട് മാറിയിരിക്കുകയാണത്. അത് ഒരു 5-10 മിനിറ്റ് വേവിച്ചാൽ മതി. അത് അപ്പോഴേക്കും 10 മിനിറ്റ് ഒന്നും വേണ്ട, 5 മിനിറ്റ് മതി. വേവിച്ച് വരുമ്പോഴേക്കും അതാവും. അത് ഈ പരുവത്തിലാവും. അത് നമ്മൾ ഇങ്ങനെ എടുത്ത് അതിനെ നമ്മൾ ക്ലീൻ ചെയ്യണം. അതിന് ശേഷം നമ്മൾ സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില അതെല്ലാം കൂടെ ഒന്ന് വഴറ്റി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടിയും കൂടിയിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മളൊന്ന് വഴറ്റി എടുക്കുക. അതിനുശേഷം കുറച്ച് തക്കാളി നമ്മൾ ചേർക്കുക. അതപ്പോൾ 1-2 ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ ചൂടാക്കി വഴറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഞണ്ടിനെ ക്ലീൻ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ സൈഡിലതൊക്കെ കട്ട് ചെയ്ത് അതുപോലെ അതിൻ്റെ സെൻറ്ററിലെ പാർട്ടൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ നല്ല പാർട്ടുകളൊക്കെ എടുത്ത് നമ്മൾ വെട്ടി കഷ്ണാക്കിയിട്ട് വെച്ച് അത് ചേർക്കേണ്ടത്. അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ആ സബോളയും തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരുന്ന നേരത്ത് ഈ ക്ലീൻ ചെയ്ത ഈ ഞണ്ടിൻ്റെ ഈ പാർട്ടുകൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് അതിൽ കിടന്ന് സ്വല്പം കൂടെ നേരം മിളകും ഇതൊക്കെ പിടിച്ച് വരുന്ന വരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവിക്കുക, അതിലിട്ട് തിളപ്പിക്കുക. അതിന് ശേഷമാണ് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞതോ അല്ലെങ്കിൽ മാഗിയുടെ പൊടിയോ നമുക്ക് പൊടി കിട്ടില്ലോ, കോക്കനട്ട് മിൽക്കിൻ്റെ ആ പൗഡറോ ചേർത്തിട്ട് പാലുണ്ടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് നല്ല തിക്ക് റോസ്റ്റായിട്ട് വേണമെങ്കിൽ കുറച്ചധികം നേരം അവിടെ ഒഴിച്ച് തിക്കാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ലൂസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ കിടക്കുന്ന വലിയ പീസസൊക്കെ സെപ്പറേറ്റ് ഞാൻ ഇടിച്ച് എടുക്കും. അല്ലാണ്ട് നമുക്കത് പൊട്ടിക്കാനൊക്കെ നമ്മൾ നമ്മുടെ കൈയൊക്കെ മുറിക്കും. അങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് അലങ്കരിക്കാം, മല്ലിയില ഇതൊക്കെ ചേർത്തിട്ട് അലങ്കരിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഞണ്ടിൻ്റെ റോസ്റ്റാണ്. ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ.